കിട്ടിയോ? കിട്ടി, നല്ലൊരു കിട്ടി. പല രാഗങ്ങളെ പറ്റി സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നു. മനസ്സിലായില്ലേ? ഞാൻ എന്നതാടാവേ, ഒന്ന് തെളിച്ചു പറ. എന്താണ് ഈ കാളരാഗം എന്ന് പറയുന്നത്? എവിടുന്ന് കിട്ടിയോ തനിക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ? അതിപ്പോ കിടാവ് ആരോടും പറയാതെ പെട്ടെന്ന് നാട്ടിൽ പോയപ്പോ തൽക്കാലം വേറെ ആരും കിട്ടിയില്ല. അയാള് വരുന്നവരെ ആള് നിൽക്കട്ടെ എന്ന് കരുതി. താൻ ഇത് എന്ത് പണിയാണ് പോയി കാണിക്കുന്നത്? അല്ല, ഒരു സംശയം വന്നു ഇവിടെ. ഇങ്ങനെ എന്തായിരിക്കും ഈ കാളരാഗം? ഈശ്വരനാണ് സത്യം. ഞാൻ പറയുന്ന കള്ളമാണെങ്കിലേ, സാറ് ചത്തുപോട്ട്. അല്ലല്ല, അത് മണ്ടത്തരാണ്. അത് കാര്യം ഒന്നാമത് സൂപ്പർ സ്റ്റാർ എന്നുള്ളത് ഒരു നല്ല റിയാലിറ്റി ഷോ. എനിക്ക് ആദ്യം തുടങ്ങിയ റിയാലിറ്റി ഷോ സൂപ്പർ സ്റ്റാർ ആണെന്നാണ് എന്റെ വിശ്വാസം. അതെ, എന്താ പെട്ടെന്നൊരു സംശയം? സംശയമൊന്നുമില്ല. അപ്പൊ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഒന്നാമത് ഈ നല്ലൊരു ആങ്കറാണ്, നമുക്കൊക്കെ ഇഷ്ടമാണ്. അവളെ കണ്ടാൽ തന്നെ അറിയാം ആ വേഷവും നടപ്പും ഒരു അലവിലാതെ വൃത്തികേടിന്റെ അലമ്പിന്റെ അങ്ങേ അറ്റത്ത് വിവരം കെട്ട എന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. നല്ല വിവരമുള്ള സുന്ദരിയായ സുശീലയും സാമർഥ്യവും ആഭിജാത്യവും ഉള്ള ഒരു കുടുംബത്തിലെ കുട്ടിയാണ്. എന്തോന്നാടേ, അതൊരു ന്യായം വേണ്ട നീ ചോദിക്കുന്നതിന്. സോറി, അറിഞ്ഞോണ്ടല്ല, മനഃപൂർവ്വല്ലേ. എനിക്ക് ഒരിക്കലും ഉത്തരം പറയാൻ പറ്റാത്ത കുറെ ചോദ്യം ഞാൻ ചോദിക്കട്ടെ? അല്ല നീ പറ, അതിനങ്ങനെ ഉത്തരം പറ. ചോദിച്ച കേട്ടില്ലേ? അത് ഒന്നും ഉണ്ടായിട്ടില്ല. എടാ, നിന്റെ അടുത്ത് സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞ ആ സ്നേഹം നീ അത് മിസ്യൂസ് ചെയ്യരുത്. മിസ്യൂസ് ചെയ്തെന്നാ? അതെ, എന്നോട് നിങ്ങൾ അങ്ങനെ പറയരുത്. ഒരിക്കലും. പിന്നെ ഞാനൊക്കെ അങ്ങനെ നമ്മള് വെറുത്താ പിന്നെ വെറുത്തതാ. ഇതെന്താ കയ്യില്? നാഗതന്തി വേര. ഊണ് കഴിച്ച് കുറച്ചു നേരം എതിർത്തിന്റെ പുറകെ പിടിച്ച് നടക്കുന്ന എന്റെ ഒരു ശീലമാ. മാനസിക ധൈര്യത്തിന് പറ്റിയ മരുന്നാ. എന്ത് വിട്ടിച്ച ഇദ്ദേഹത്തിന്റെ അടുത്ത് അങ്ങ് ചോദിക്കാതെ പറഞ്ഞ് ബോറെന്ന് പറഞ്ഞാൽ അങ്ങ് അറ്റത്തെ ബോറ. അത് എനിക്ക് അധികം കൊണ്ടൊന്നും പറയാനില്ല. ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവാതെ ഞാൻ നോക്കിക്കൊള്ളാം. ഉണ്ടായ ഞാനും നോക്കാം അടുത്ത പണി. പിന്നെ ഒരു സെക്കൻഡ് ഞാനിവിടെ നിൽക്കൂല. പതുക്കെ ഉണ്ടാവില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു മണ്ണ ചോദ്യം, എനിക്കത് ആ ചോദ്യം ഇഷ്ടപ്പെട്ടില്ല. ഒരു കാര്യം പറഞ്ഞേക്കാം, ഇത് തന്റെ സ്ഥാപനമാണെങ്കിലും ഒരുമാതിരി മുതലാളിത്തോട് കാണിച്ചാണ്ടല്ല. പിന്നെ ഒരു പള്ളി പെരുന്നാൾ തന്റെ ബൾബ് കത്തൂല. ആഗോളവൽക്കരണത്തിന്റെ കാലഘട്ടത്തിൽ ഒരുമാതിരി പെറ്റിഭൂഷയെ പോലെ താല്പര്യമാറരുത്. എനിക്കിത് കിട്ടണം. ഇവിടെ ഇപ്പൊ നീ മുതലാളി, ഞാൻ നിന്റെ പണിക്കാരനല്ലേ? മേരിക്കുട്ടിയുടെ അപ്പനോട് അന്നേ ഞാൻ പറഞ്ഞതാണ്, സ്ത്രീധരമായിട്ട് എനിക്ക് ഈ സ്ഥാപനം വേണ്ടെന്ന്. പണിയെടുക്കാത്തൊരു പണിക്കാരനും വേണ്ടാത്ത പണിയെടുത്ത് ഷോക്കടിക്കാൻ ഞാനും. അല്ലെങ്കിൽ വേണ്ട. എനിക്ക് ആ ഒരു കാര്യത്തില് പോട്ടെ. അല്ലെ ഇനി ഞാനെന്ത് പറയാനാ? മോളെ അഴുകാതെ, ഞാൻ പേശണ കൊഞ്ചം കേള്. എന്നെ എന്ത് വേണേ വിളിച്ചോ. നീ അതങ്ങനെ ചെയ്യരുത് പാറു. നീ ഒരു നല്ല ആങ്കറാണ്, ഒരുമാതിരി മഹാബോറാത്. ഓഹോ, അപ്പൊ വാശിയാണോ? വാശിയുടെ കാര്യത്തിൽ ഞാൻ ഒട്ടും പുറയിലല്ല. എന്നാ കാണാം. ഓ കാണാം. നിൽക്കൂ. അടിക്കടി വഴക്കിന് വരാണ്ടിരിക്കണാണ് ആരോഗ്യത്തിന് നല്ലത്. നല്ലൊരു തടിയുണ്ടല്ലോ, അത് കേടാക്കണോ? ഇപ്പൊ ഇതിരിക്കട്ടെ, സമയം വരും. അപ്പൊ താൻ തന്നെ തന്റെ ഗുരുവിന് കൊടുത്തേക്ക്. അയ്യോ, പറഞ്ഞോണ്ട് നേരം പോയി അറിഞ്ഞില്ല. ഞാൻ പോട്ടാ. ഞാനും വരുന്നു.